മറ്റൊരു നിവൃത്തിയില്ലാതെ നന്ദു നവ്യയ്ക്ക് വേണ്ടി മരുന്നുമായിട്ട് അനന്തപുരിയിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് അനാമിക ഒരാവശ്യമില്ലാതെ നന്ദുവിനിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടാണ് മുത്തശ്ശനും മുത്തശ്ശിയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശൻ എന്തായാലും അനാമികയ്ക്ക് നല്ല 8ന്റെ പണി തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും കിടിലൻ എപ്പിസോഡാണ്. അപ്പൊ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദാവനാണ്. നന്ദു ടേബിളിൽ ഇരുന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ നന്ദുവിനൊരു ഫോൺ വരികയാണ്. നവ്യാണ് കേട്ടോ വിളിക്കുന്നത്. അപ്പൊ കനക ചോദിക്കുന്നുണ്ട്, ആരാ നന്ദുട്ടാ? അമ്മേ, നവ്യേച്ചിയാണല്ലോ. ആ, എന്നാ പിന്നെ ഫോൺ എടുക്ക്. അങ്ങനെ നന്ദു ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് നവ്യാണ്. ഹലോ മോളെ, എന്താ ചേച്ചി? മോള് വീട്ടിലുണ്ടോ? ആ, ഞാനിവിടെ ഉണ്ട് ചേച്ചി. എന്താ മോളെ? ചേച്ചി ഒരു ആവശ്യം പറഞ്ഞാ നീ അത് സാധിച്ചു തരുമോ? എന്താ ചേച്ചി, എന്താ കാര്യം? എന്തായാലും പറ. അത് മോളെ, നീ അവിടെ അമ്മയോടൊന്നും പറയരുത്. 2-3 ദിവസമായി എന്റെ മെഡിസിൻസ് ഒക്കെ തീർന്നിട്ട് ഇപ്പൊ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ എനിക്ക്. ഡോക്ടറെ കണ്ടിട്ടാ മരുന്ന് വാങ്ങിക്കാറ്. ഈ അഭിയാണെങ്കിൽ എന്റെ കൂടെ വരുന്നുമില്ല മോളെ. അവൻ ഇപ്പൊ ഏത് സമയവും പുറത്താണ്. അയ്യോ, അപ്പൊ ചേച്ചി ഇപ്പൊ മരുന്ന് കഴിക്കാറില്ലേ? എവിടുന്നാ മോളെ എനിക്ക് മരുന്ന് കിട്ടുന്നത്? ഞാൻ തന്നെ പുറത്തു പോയിട്ട് വേണ്ടേ? ഞാൻ അബിയുടെ കൂടെയാ ഹോസ്പിറ്റലിൽ പോവാറ്. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അയ്യോ ചേച്ചി എന്തൊക്കെ മണ്ടത്തരം ഈ ചെയ്യുന്നത്? ഈ സമയത്ത് മരുന്നൊന്നും കഴിക്കാതിരിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അബിയേട്ടന്റെ മുത്തശ്ശിയെ അറിയിക്കണ്ടേ? അതല്ല മോളെ, വെറുതെ എന്തിനാ അവരെ ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? പ്രത്യേകിച്ച് മുത്തശ്ശിനിപ്പോൾ വലിയൊരു അസുഖമുണ്ട്. അതിന്റെ പുറമെ ഇങ്ങനെ ഓരോ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചെല്ലണ്ടെന്ന് തോന്നി. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അതിപ്പം മൂർത്തി മുത്തശ്ശിനെ അറിയാത്തതല്ലല്ലോ. അബിയുടെ സ്വഭാവം അവിടെ എല്ലാവർക്കും അറിയുന്നതല്ലോ ചേച്ചി. ഇതൊക്കെ കേട്ടിട്ട് നവ്യൊന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പൊ നന്ദു പറയുന്നുണ്ട്, എന്തായാലും ചേച്ചി വിഷമിക്കണ്ട, ഞാൻ മരുന്നുമായിട്ട് അങ്ങോട്ട് വന്നോളാം. ശരി മോളെ, ചേച്ചി വെച്ചോ, ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് എത്തിക്കോളാം. ഇതും പറഞ്ഞ് നന്ദു ഫോൺ വെച്ചപ്പോൾ തന്നെ തൊട്ട് പിന്നിലായിട്ട് ഗോവിന്ദൻ നിൽക്കുന്നുണ്ട്. അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ നവ്യമോൾക്ക് പ്രശ്നം? നവ്യമോൾ ഇപ്പൊ കൃത്യമായിട്ട് മരുന്നൊന്നും കഴിക്കുന്നില്ലേ? നന്ദുവിനാണെങ്കിൽ ഒന്നും പറയാനും പറ്റുന്നില്ല. കാരണം അതൊക്കെ അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അത് മാത്രമല്ല നവ്യ പറയണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, മോളെ എന്തുണ്ടെങ്കിലും തുറന്നു പറയും. നവ്യമോൾക്ക് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിൽ മോളോട് ഇങ്ങോട്ട് പോരാൻ പറ. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ വരണമെന്ന് ചോദിക്കും. അതിന് നവ്യേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛാ. എന്നോട് അവിടെ വരെ ഒന്ന് വരുമോന്ന് ചോദിച്ചു. എന്തിനാന്നറിയില്ല. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, മോളെ ചേച്ചിയുടെ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായി തോന്നിയോ? മോളൊന്ന് ചേച്ചിക്ക് വിളിച്ചേ. അപ്പൊ നന്ദു ഇങ്ങനെ ഒപ്പിച്ച് പറയുന്നുണ്ട്, ഏയ് അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛാ. ചേച്ചിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളതായൊന്നും എനിക്ക് തോന്നിയില്ല. ചേച്ചിക്ക് എന്തോ പറയാനുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും ഞാൻ അവിടെ ഒന്ന് പോയിട്ട് വരട്ടെ. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, അത് മോള് പോവണ്ട, ഞാൻ പൊക്കോളാം. ചിലപ്പോൾ മോള് ചെന്ന് കഴിഞ്ഞാൽ അത് അനാമിക മോൾക്ക് ഇഷ്ടാവില്ല. പിന്നെ 1-2 പറഞ്ഞ് അവിടെ വഴക്കാവും. അപ്പൊ നന്ദു പറയുന്നുണ്ട്, അച്ഛാ എന്ന് കരുതി അവളെ പേടിച്ച് എനിക്ക് എന്റെ ചേച്ചിയുടെ അടുത്തേക്ക് പോവണ്ടേ? ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് അവളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അപ്പൊ കനക പറയുന്നുണ്ട്, മോളെ നീ ഇപ്പൊ അനന്തപുരിയിലേക്ക് പോവുകയാണോ? അതെ, അവളെ പേടിച്ച് പിന്മാറാനൊന്നും എനിക്ക് വയ്യ. ഞാൻ അവളെ ഭർത്താവിനെ സ്വന്തമാക്കാനൊന്നല്ല പോകുന്നത്, എന്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയാ. പ്രത്യേകിച്ച് ആ അഭിയേട്ടന്റെ സ്വഭാവം അറിയാലോ. ചേച്ചിക്ക് എന്താ ആവശ്യം വന്നാ ഞാൻ വേണ്ട അങ്ങോട്ട് ചെല്ലാൻ. അപ്പൊ കനക പറയുന്നുണ്ട്, അത് ശരിയാ ഗോവിന്ദേട്ടാ, മോള് പൊയ്ക്കോട്ടെ. കനകെ, നീ ഇത് പ്രോത്സാഹിപ്പിക്കല്ലേ. മോൾ ചെന്നാ എന്താ ഉണ്ടാവുകയെന്ന് അറിഞ്ഞൂടെ? ഞാൻ തന്നെ പൊയ്ക്കോളാം. അച്ഛാ, നവ്യേച്ചി എന്നോടല്ലേ ചെല്ലാൻ പറഞ്ഞത്. ഒരു പ്രശ്നം ഉണ്ടാവില്ല, ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാം. മോളെ സൂക്ഷിച്ചൊക്കെ പോവണം. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ വെറുതെ അനാമിക മോൾ ഓരോന്നും പറയാൻ നിൽക്കും. അതൊന്നും കേട്ട് മോള് പ്രതികരിക്കാൻ നിൽക്കരുത്. ഇല്ലച്ചാ, ഞാൻ അവക്ക് മറുപടിയൊന്നും കൊടുക്കുന്നില്ല, പോരെ. എന്നാ ഇതൊക്കെ കേട്ട് നയന ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഗോവിന്ദനും കനകയും അവിടുന്ന് പോകുന്നുണ്ട്. അപ്പൊ നയന നന്ദുവിനെ ചോദിക്കുന്നുണ്ട്, മോളെ നന്ദു, നവ്യേച്ചിക്ക് അവിടെ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? നവ്യേച്ചി എന്തിനാ വിളിച്ചത്? അത് ചേച്ചി എന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നീ എന്നോട് കള്ളം പറയണ്ട മോളെ. നിന്റെ മുഖത്ത് എന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നവ്യേച്ചിക്ക് അവിടെ എന്തോ പ്രശ്നമുണ്ട്. എന്താ മോളെ കാര്യം? എന്നോട് പറ. അത് ചേച്ചി വേറൊന്നുമല്ല. അഭിയേട്ടന്റെ സ്വഭാവം അറിയാലോ. നവ്യേച്ചിയുടെ മരുന്ന് തീർന്നിട്ട് 3 ദിവസമായി. ഇതുവരെ ഡോക്ടറെ ഒന്ന് കാണിച്ചിട്ടോ മരുന്ന് വാങ്ങിച്ചു കൊടുത്തിട്ടോ ഇല്ല. എന്നോട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അയ്യോ, ഈ അഭി എന്താ ചേച്ചിയുടെ കാര്യം ഒന്നും ശ്രദ്ധിക്കാത്തത്? മോളെ അങ്ങനെയാണെങ്കിൽ മോള് പെട്ടെന്ന് തന്നെ പൊക്കിയോ ചേച്ചിയുടെ അടുത്തേക്ക്. ശരി ചേച്ചി, ഞാൻ പെട്ടെന്ന് വരാം. ആ പിന്നെ ഇവിടെ ആരോടും ഇതൊന്നും പറയണ്ട കേട്ടോ. ഇല്ല മോളെ, ഞാൻ ആരോടും പറയില്ല. ഓക്കെ, അതൊക്കെ പറഞ്ഞ് നന്ദു അനന്തപുരിയിൽ എത്തുന്നുണ്ട് കേട്ടോ. അനന്തപുരിയിലേക്ക് നന്ദു കാലെടുത്ത് വെക്കുന്നതും അനാമിക ആ സ്പോട്ടിൽ തന്നെ നന്ദുവിനെ കാണുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ അനാമിക 10 വിടർത്തി പോലും നിൽക്കുന്നുണ്ട്. എന്തായാലും അനി വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോയിട്ടില്ല. അനിയാണെങ്കിൽ മുറിയിലുണ്ട്. ഇത് പോരെ അനാമികയ്ക്ക് സംശയം കുടുങ്ങാന്. അനാമിക നന്ദു വരുന്ന കണ്ടിട്ട്, ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടി എഴുന്നേൽക്കുന്നത്? അവനിവിടെ ഉണ്ടല്ലോ. അവൻ വിളിച്ച് പറഞ്ഞു കാണും ഇങ്ങോട്ടേക്ക് എത്താൻ. വരട്ടെ അവള്. അവളുടെ ആഗ്രഹം ഞാൻ അങ്ങ് തീർത്തു കൊടുക്കാം. അങ്ങനെ നവ്യയുടെ മെഡിസിനായിട്ട് നന്ദു കയറി വരുമ്പോ തന്നെ അനാമിക മുന്നിൽ വന്ന് ചാടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എടി നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് അറിഞ്ഞൂടെ?
ദേ അനാമികെ, ഞാനൊരു വഴക്കിന് വന്നതല്ല, എന്റെ ചേച്ചിയെ കാണാൻ വന്നതാ. ഓ കൊള്ളാം, ആ പേരും പറഞ്ഞ് നിനക്ക് അനിയെ കാണാനില്ലേ? അതിനല്ലേ അവനുള്ള സമയം നോക്കി തന്നെ ഇങ്ങോട്ട് വന്നത്. അനാമികെ പ്ലീസ്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്റെ ചേച്ചിയെ കണ്ടിട്ട് പൊക്കോളാം, അല്ലാതെ ഞാൻ അനിയെ കാണാൻ വന്നതല്ല. നിന്റെ ഈ അടവൊക്കെ അവിടെ വെച്ചാ മതി. അതൊന്നും ഈ അനാമിക വിശ്വസിക്കാൻ പോകുന്നില്ല. എങ്കിൽ പിന്നെ നീ വിശ്വസിക്കണ്ട, ഞാൻ എന്റെ ചേച്ചിയെ കണ്ടിട്ട് പോവാ. നിക്കടി, നീ എങ്ങോട്ടാ കയറി പോകുന്നത്? അപ്പൊ നന്ദു ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട്, ഹോ ഇവളെന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്നാ തോന്നുന്നത്. ഒരു നടക്ക പോണ ലക്ഷണമില്ല. എന്താടി, പുതിയതെന്തെങ്കിലും മനസ്സിൽ കരുതുവാണോ? എന്റെ പൊന്നനാമികയെ പ്ലീസ്, എന്റെ ചേച്ചിയെ കണ്ട് ഞാൻ ഇതൊന്ന് കൊടുത്തു പൊക്കോളാം. നിനക്ക് 2 ചേച്ചിമാരുണ്ടല്ലോ, എന്തിനും ഏതിനും സപ്പോർട്ടായിട്ട്. എന്തായാലും 2 കയറിയേ പോരാ, ഇനി 3ാമത് ഒരുത്തിനെയും കൂടി ഇങ്ങോട്ട് കയറ്റി വിടണം. അതിപ്പോ നീ 2ാം ഭാര്യ ആയാലും കുഴപ്പമൊന്നുമില്ല. ദേ അനാമികെ, എന്നെ കുത്തി നോയിപ്പിക്കുന്ന വാക്കുകൾ പറയണ്ട. പറഞ്ഞ നീ എന്ത് ചെയ്യടി? നിനക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഇതൊക്കെ പറഞ്ഞാല്? നീ അനിയെ കാണാൻ വന്നത് തന്നെയാണ് അവനോട് ശൃംഗരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നിന്നോട് പറഞ്ഞ അനാമികെ, ഞാൻ നിന്റെ അനിയെ കാണാൻ വന്നതല്ല, എന്റെ ചേച്ചിയെ കണ്ടിട്ട് ഇതൊന്ന് ഏൽപ്പിക്കാൻ വന്നതാ. എന്നെ എനിക്ക് അതൊന്ന് കാണണല്ലോ. ഇതും പറഞ്ഞ് നന്ദുവിന്റെ കയ്യിലുള്ള പൊതി അങ്ങോട്ട് തട്ടിയിടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ മെഡിസിനൊക്കെ അവിടെ പോയി താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അനാമികെ, നീ എന്താ ഇപ്പൊ ചെയ്തത്? എനിക്കറിയാടി, നീ അനിയെ കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നതെന്ന്. നിനക്ക് എന്നെ അനിയുടെ മനസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് നിനക്ക് ആ സ്ഥാനത്ത് പിടിച്ചു പറ്റണം അല്ലേടി? നന്ദുവിനാണെങ്കിൽ മെഡിസിനൊക്കെ താഴെ വീണ ആ ദേഷ്യത്തിൽ നന്ദു പറയുന്നത്, അതെ നീ അങ്ങനെ കരുതുകയാണെങ്കിൽ അങ്ങനെ തന്നെ കൂട്ടിക്കോ. എന്നാ ഇതൊക്കെ കേട്ടോണ്ട് മുത്തശ്ശി അങ്ങോട്ട് വരുന്നുണ്ട്. ഈ വാക്ക് കേട്ടപ്പോ തന്നെ അനാമികയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അനാമിക, എന്താ നീ പറഞ്ഞതെന്നും പറഞ്ഞിട്ട് നന്ദുവിനെ കവളത്തിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നല്ല ശക്തിയിലാണ് ആ പൊട്ടിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് തന്നെ മുത്തശ്ശൻ ആകെ ഷോക്കായിട്ട് മുത്തശ്ശി അങ്ങോട്ട് വരികയാണ്. അപ്പൊ മുത്തശ്ശനോ പറയുന്നുണ്ട്, അയ്യോ ഇദ്ദേഹം കാണുന്നില്ലേ, നന്ദുമോളുടെ മുഖത്ത് അനാമിക തല്ലി. താൻ വന്ന വസുന്ധരെ. ഇതും പറഞ്ഞ് മുത്തശ്ശിയും അവരുടെ അടുത്തേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, അനാമികയെ എന്തേ ചെയ്തത്? മുത്തശ്ശനെ കണ്ട പാടെ തന്നെ അനാമികയ്ക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. നിന്നോടാ ചോദിച്ചത് എന്താ ചെയ്തതെന്ന്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, മുത്തശ്ശ എനിക്ക് താങ്ങാവുന്നതിലപ്പുറം ഇവൾ എന്നോട് പറയുന്നത്. എനിക്ക് കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല. എല്ലാം ഞാൻ കേട്ടു, കൂടുതലൊന്നും പറയണ്ട. എന്താ മോൾ നിന്നോട് പറഞ്ഞത്? നവ്യയെ കാണാൻ വന്നെന്നല്ലേ പറഞ്ഞത്? അതൊരു 100 തവണ പറഞ്ഞിട്ടും നീ കേട്ടില്ല. അപ്പൊ മുത്തശ്ശി നന്ദുവിന്റെ കവിളത്ത് തലോടി പറയുന്നുണ്ട്, മോളെ ക്ഷമിക്കണം മോളെ, മൂക്ക് വേദനിച്ചോ? ഇത് കേട്ടപ്പോ തന്നെ നന്ദുവിന്റെ കണ്ണിന്ന് കണ്ണുനീരുറ്റുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ആകെ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. മുത്തശ്ശൻ അറിയാലോ, എനിക്ക് ഇവളെ ഇഷ്ടമല്ല. നന്ദുവിന് ഇവൾക്കിടയിൽ പ്രണയം ഉണ്ടായതാ. അതിനി വളർന്ന് വലുതാകും, അതിന് ഞാൻ സമ്മതിക്കില്ല. അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആദ്യം നിന്റെ ദുഷിച്ച ചിന്തയാ മാറ്റേണ്ടത്. എടോ, നീ അനിയെ മനസ്സിലാക്കിയിട്ടില്ല. അനിയെ അമിതമായി സ്നേഹിച്ച അതിനിരട്ടി സ്നേഹം നിനക്ക് അവൻ തരത്തേ ഉള്ളൂ. അല്ലാതൊരിക്കലും ഒരാളെ ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം മറ്റൊരു പെണ്ണിനെ മറ്റു കണ്ണുകൊണ്ട് കാണുന്ന ഒരാളല്ല നീ. സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെയാ നീ മനസ്സിലാക്കാൻ നോക്കുന്നത് അനാമികെ? മുത്തശ്ശ, നീ ഒന്നും മിണ്ടട്ടാ. നീ ചെയ്തതിനുള്ള ശിക്ഷ നീ അനുഭവിച്ചേ മതിയാകൂ. നീ പൊക്കോ നിന്റെ വീട്ടിലേക്ക്. എന്നിട്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് വാ. അത് പോയി നീ നിന്റെ അച്ഛനും അമ്മയോട് ചോദിക്ക്. അനിയെ പോലെ ഒരു നല്ല ഭർത്താവിനെ നിനക്ക് കിട്ടാൻ പോലും അർഹതയില്ല. എന്നിട്ട് നിനക്ക് കിട്ടിയെങ്കിൽ നീ ആദ്യം നിന്റെ സ്വഭാവം നന്നാക്കുക വേണ്ടത്. അപ്പൊ അനാമിക പറയുന്നുണ്ട്, ഓഹോ, അപ്പൊ മുത്തശ്ശിയൊക്കെ ഇവളെയാണല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്? ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല, ന്യായത്തിന്റെ പക്ഷത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ. എന്നാൽ ഇത് കേട്ടുകൊണ്ടാണ് നവ്യ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ മുത്തശ്ശ പ്രശ്നം? നന്ദുവിന്റെ കണ്ണിന്ന് കണ്ണുനീര് വരുന്ന കണ്ടിട്ട് നവ്യക്ക് ആകെ ടെൻഷൻ ആവാട്ടോ. അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട്, മോളെ എന്താ നിന്റെ കവിളത്ത് പാട്? ആരാ നിന്നെ തല്ലിയത്? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, വേറെ ആരുമല്ല മോളെ, ഈ നിൽക്കുന്ന അനാമിക തന്നെയാ. അനാമികയോ? എടി, നീ എന്തിനാ എന്നെ അനിയത്തിയെ തല്ലിയത്? അപ്പൊ നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഇനി എന്നെ ചൊല്ലിയൊരു വഴക്ക് വേണ്ട, ഞാൻ ഇത് ചേച്ചിക്ക് തരാൻ വേണ്ടി വന്നതാ. മോളെ ഇതൊക്കെ ആരും ഇവിടെ വലിച്ചെറിഞ്ഞത്? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇതൊന്നും നന്ദുവിനോടല്ല ചോദിക്കേണ്ടത്, ഇവളോടാ. അനാമികെ, നീ എന്തിനാ ഇതൊക്കെ വലിച്ചെറിഞ്ഞത്? നന്ദു എന്നെ കാണാനാ വന്നത്. അബി എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരായിട്ട് നന്ദുവിനോട് ഞാൻ മരുന്ന് വാങ്ങി തരാൻ പറഞ്ഞതാ. അവൾ അതുമായിട്ട് എന്നെ കാണാൻ വന്നതാ ഇങ്ങോട്ട്, അല്ല ധനിയെ കാണാൻ വന്നതൊന്നും അല്ല. അപ്പൊ മുത്തശ്ശ പറയുന്നുണ്ട്, കേട്ടല്ലോ എന്തിനാ നന്ദുമോൾ ഇങ്ങോട്ട് വന്നതെന്ന്. ഇതൊന്നും മനസ്സിലാക്കാതെ നീ നന്ദുവിനെ കയറി തല്ലി. എടുത്തുചാട്ടം കുറച്ച് കുറയ്ക്കാനുണ്ട്. ഇനി ഒരു നിമിഷം പോലും അനാമിക ഇവിടെ നിൽക്കണ്ട. പൊയ്ക്കോ നിന്റെ വീട്ടിലേക്ക്. ഞാൻ അനിയെ വിളിച്ചു പറയാം. അവിടെ നിന്ന് നല്ല പാട് പഠിച്ചിട്ട് ഇനി ഇങ്ങോട്ട് വന്നാ മതി. അപ്പോഴാണ് ജാനകി അങ്ങോട്ട് വരുന്നത്. അയ്യോ, എന്തിനാ അച്ഛൻ മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, മാറി നിൽക്ക് ജാനകി. ഇവളുടെ അടുത്ത് അട്ട പറ്റിയ പോലെ നിന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് നീയും ജലജയും ഒക്കെ തന്നെയാ. ഈ അനാമികയെ ഇത്രത്തോളം വഷളാക്കിയത്. ഇനി ഇതിവിടെ തുടരില്ല. ജീവിതം എങ്ങനെയാന്ന് പഠിച്ചിട്ട് ഇനി ഇവൾ ഇങ്ങോട്ട് വന്നാ മതി. അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട്,
ഇദ്ദേഹം എന്തൊക്കെയാ പറയുന്നത്? അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട്, വസുന്ധരെ അസുഖാണെന്ന് കരുതി ഒതുങ്ങി ഇരുന്നിട്ട് കാര്യമില്ല. ഇവരൊക്കെ തലയെ കയറി ഇരുന്ന് നിരങ്ങുമ്പോൾ നമ്മൾ നിൽക്കേണ്ട സ്ഥാനത്ത് തന്നെ നിന്നേ പറ്റൂ. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡാണ് കേട്ടോ. അനാമികയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നുണ്ട്. എന്തായാലും അടിപൊളി കിടിലൻ എപ്പിസോഡുകളാണ്. അപ്പോൾ ആ എപ്പിസോഡുകൾ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കുക, നെക്സ്റ്റ് എപ്പിസോഡൊന്നും കമൻറ്റ് ചെയ്തേക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഗായ്സ്.